ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തല്ല, ഈ ഇത്രയും വലിയ കണ്ണൂർ ജയിൽ പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ ഇവനെ എങ്ങനെ എടുത്ത് ചാടി? ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ ഇവൻ അത് ചെയ്യില്ല. ഈ ഇത്രയും വലിയൊരു ജയിലിൽ നിന്ന് ഇവൻ എടുത്ത് ചാടണമെങ്കിൽ അതിന് ഒരാളില്ലാതെ ഒരിക്കലും അവനതിന് കഴിയില്ല. 15 കൊല്ലായി ഇതിൻ്റെ ഉള്ളിൽ ആരോ അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിലിൽ ചാടിയത്. അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില് ഈ ഒരു ഒറ്റക്കൈക്കാരനല്ലേ, എന്ത് വന്നാലും അവൻ ഒറ്റക്കൈക്കാരനല്ലേ. അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടണമെങ്കിൽ ഇത്തിരി പണിയുണ്ട് അവന്. അപ്പൊ അവനൊരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവൻ എത്ര പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടില്ല. അവന് കണ്ണൂർ വിടാനുള്ള സമയം അവനായിട്ടില്ല. സൗമ്യയുടെ അമ്മയുടെ പ്രതികരണമാണ്. കണ്ണൂർ വിടാൻ സമയമായില്ല എന്ന് പറയുമ്പോഴും ഈ കാണാതായ സമയം വെച്ച് നമ്മൾ നോക്കുമ്പോൾ കണ്ണൂർ മാത്രമല്ല, ഈ സംസ്ഥാനം തന്നെ വിടാൻ സമയമായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വലിയ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണിത്. അതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും നഗരത്തിലും നഗരപരിധിക്ക് പുറത്തുമൊക്കെ പരിശോധന നടക്കുകയാണ്. ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ പുലർച്ചെയാണ് ജയിലിൽ ചാടിയത്. തുടർന്നാണ് ഈ പരിശോധന. ഇന്ന് ജയിൽ DGP വരാനിരിക്കുന്ന ദിവസം വലിയ സുരക്ഷയൊക്കെ സാധാരണ ഏർപ്പെടുത്തുന്നതാണ്. അതിന്റെ ഭാഗമായി പോലും ഒരു സുരക്ഷ അവിടെ ഉണ്ടായിരുന്നില്ലേ?